ലോകകപ്പ് ഫൈനൽ പ്രമാണിച്ച് സംസ്ഥാനത്ത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി നൽകും. ലോകകപ്പ് ഫൈനൽ ആവേശം ചോരാതെ കാണാനാണ് അവധി നൽകുന്നത്. അവധി ഉത്തരവ് വിദ്യാഭ്യാസ വകുപ്പ് ഉടൻ പുറത്തിറക്കും. വി ബിനീഷ് ചേരുകയാണ്. ബിനീഷ്, ഇന്നിപ്പോൾ അർദ്ധരാത്രിയിലാണല്ലോ ആ ലോകകപ്പിന്റെ ഫൈനൽ നടക്കാൻ പോകുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ കളി കാണട്ടെ എന്നൊരു തീരുമാനമാണോ വിദ്യാഭ്യാസ വകുപ്പിനുള്ളത്? മുഖ്യമന്ത്രിയാണ് ഇത്തരത്തിലുള്ള ഒരു നിർദ്ദേശം ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിലേക്ക് നൽകിയിരിക്കുന്നത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം നാളെ ഈ ലോകകപ്പിന്റെ ആരവത്തോടുകൂടി കേരളം മൊത്തത്തിൽ പൂർണ്ണമായി തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേ തരത്തിലുള്ള ഒരു അവധി അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം തന്നെയാണ്. ലോകകപ്പ് ആരവം കേരളത്തിലും ഉണരട്ടെ, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്കിടയിലും ഇത്തരത്തിൽ ഫുട്ബോളും ഒപ്പം തന്നെ മറ്റു കായിക ഇനങ്ങളൊക്കെ വലിയ ആവേശമായി മാറട്ടെ എന്ന തരത്തിൽ ഉള്ള നിർദ്ദേശമായിരുന്നു ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രിയാണ് ഇത്തരത്തിൽ ഒരു നിർദ്ദേശം നൽകുന്നത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അല്പസമയത്തിനകം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് പുറത്തിറക്കും. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും, പ്രൊഫഷണൽ കോളേജുകൾ, മറ്റു സ്വകാര്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും, സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് അർദ്ധരാത്രിയോട് കൂടിയാണ് കളി നടക്കുന്നത്. ഈ ലോകകപ്പ് ഫൈനൽ ഇന്ന് നടക്കുന്നത്. ആ ലോകകപ്പ് ഫൈനലിന്റെ ആവേശം അത് ചോരാതെ വിദ്യാർത്ഥികളും ആസ്വദിക്കട്ടെ എന്ന നിലപാടാണ് ഇപ്പോൾ വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം. അതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയാണ് ഈ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചതും അല്പസമയത്തിനകം തന്നെ വിദ്യാഭ്യാസ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഉത്തരവ് പുറത്തിറക്കും. നാളെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക്, പ്രൊഫഷണൽ കോളേജുകൾ, മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ് പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഓക്കെ ബിനീഷ്, വ്യക്തമാണ്. ലോകകപ്പ് ഫുട്ബോൾ ഫൈനൽ ഇന്ന് രാത്രി നടക്കാനിരിക്കെ നാളെ സംസ്ഥാനത്തെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വി ബിനീഷാണ് തിരുവനന്തപുരത്ത് നിന്നും ചേർന്ന്